ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കച്ചവടത്തിന് പോകുമ്പോൾ കുറച്ച് വൈകി കേട്ടോ. പോയി അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്നൊരു കറുത്ത വാവിൻ്റെ ദിവസം കൂടിയാണെന്ന്. ഇന്ന് ഒരുപാട് ജനങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പായസമാണെങ്കിൽ തന്നെ ആകെ കുറച്ച് പായസം മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞായിരുന്നു പായസം റെഡിയാക്കാൻ. ബേബി മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് പായസമൊക്കെ റെഡി ആയിട്ട് രണ്ടാമത് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും അത്യാവശ്യം ആളുകളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ താഴെയുള്ള അഗ്രഹാരം റിസോർട്ടിലേക്ക് വന്ന കേട്ടോ. അവിടെ നിന്ന് അവർ മുളയരി പായസം കുടിക്കാൻ വേണ്ടിയിട്ട് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇവരിൽ ആരൊക്കെയോ എൻ്റെ ഫോളോവേഴ്സാണെന്നാണ് പറഞ്ഞത്. അവരൊക്കെ പായസം കുടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ നമ്മുടെ വയനാട്ടുകാരികൾ തന്നെയാണ്. നമ്മുടെ ലൈൻ ബസ്സായ ശ്രീഹരി ബസ് പോയിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു ബൈക്ക് സെയിലുണ്ട് കേട്ടോ. 2022 6 മാസത്തെ വണ്ടിയാണ്. അപ്പോൾ 14,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ആണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതിയെ. ഇവരിൽ ഒരാൾ നമ്മുടെ ഫോളോവറും കൂടിയാണ്. അങ്ങനെ ഇന്നത്തെ പായസം കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശപ്പ് കാരണം നേരെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ചീരു വയറ് വാടക എടുത്ത് വന്നത്. ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരു ആനയും കുട്ടിയും. ഇതിപ്പോൾ ഫെബ്രുവരി ആയിട്ടില്ല. അപ്പോഴത്തേക്കും കണിക്കൊന്നെല്ലാം പൂത്ത് കളറായി നിൽക്കുന്നുണ്ട് കേട്ടോ. വിഷുവിന് കണിക്കൊന്ന കാണാൻ കിട്ടുമെന്ന് സംശയം. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പായ അപ്പപ്പാറ എത്തിയിട്ടുണ്ട്. വീട്ടിൽ പോകുന്ന വഴിക്ക് ബോബിക്ക് ഒരു ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീമിൻ്റെ കോലെടുക്കാൻ മറന്നുപോയി ഗൈസ്.